നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രീതിയുടെ കാര്യം ഞാൻ നിങ്ങളെ കൊണ്ട് അവളെ സംശയമുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാ സത്യം അവളെ കൊണ്ട് പറയിച്ചേനെ. അതെങ്ങനെയാ വിഷ്ണുവേട്ടാ?
പ്രീതിയുടെ പ്രശ്നം വന്നപ്പോ എല്ലാവരുടെയും ശ്രദ്ധ മാറിയില്ലേ? അതിനൊപ്പം അവള് നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. ഇവിടെ എത്തിയപ്പോ അവൾക്ക് മനസ്സിലായി, ഇനി മുതൽ സത്യാമ്മയുടെ ഒരു കുടയുണ്ടാവും തലയ്ക്ക് മുകളിലെന്ന്. പിന്നെ ആരെ പേടിക്കാനാ? അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് മതിയായ തെളിവില്ലാതൊന്നും ചെയ്യാനാവില്ല. തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവള് മറ്റുള്ളവർക്ക് നേരെ തിരിക്കുള്ളൂ വിഷ്ണുവേട്ടാ. പ്രീതിയുടെ കാര്യത്തിലും അവൾ അങ്ങനെയല്ലേ ചെയ്തേ? പ്രീതിയുടെ കാര്യത്തിലോ? ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം അവിടെ നിന്ന് അർജുനേട്ടാ. പ്രീതിയുടെയും കുഞ്ഞിന്റെയും ദോഷം മാറാൻ സിദ്ധം ജപിച്ചു എന്ന യന്ത്രമായി അല്ല നമ്മൾ പഞ്ചകൈലാസത്തിലേക്ക് പോയത്. പിന്നെ ആ യന്ത്രം മാറ്റി സുസ്മിത പകരം മറ്റൊന്ന് വെച്ചു. ആ ചതിയാ ഈ ദുരന്തങ്ങളുടെ എല്ലാം മൂല കാരണം. ഇക്കാര്യം മറ്റുള്ളവരാരും അറിഞ്ഞില്ല ശാലിനി. അറിഞ്ഞു, പക്ഷെ കുറ്റം മുഴുവൻ എന്നത്തെയും പോലെ ശാലിനിക്ക് ശാരദാമ്മയ്ക്കാണെന്ന് മാത്രം. അതെന്താ? മാറങ്ങോട്ട്. എന്തിനാ നീ ഇത് മാറ്റിവെച്ചത്? സിദ്ധൻ ജപിച്ചെന്ന യന്ത്രം ശിവക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ രോഹിത്തിന് ഈ ദുരന്തം വന്നത്? അപ്പോ അവൾ വീണ്ടും ജയിച്ചു അല്ലേ? അപ്പോ ആ സംശയത്തിലാണല്ലേ സത്യമ്മ പ്രീതിയെ വിളിച്ചത്? അതെ, വ്രതത്തിലാണെന്ന് അർജുനേട്ടൻ പ്രീതിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചതുകൊണ്ട് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ എത്ര സമയത്തേക്കാ? ഇന്നല്ലെങ്കിൽ നാളെ സത്യാമ്മ അതറിയില്ലേ? അതല്ലെങ്കിൽ ആ സുസ്മിത തന്നെ സത്യാമ്മ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കില്ലേ? ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അവൾക്കുണ്ടാവില്ല. ഇനിയിപ്പോ ഡോക്ടർക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് അതിലൊരു തീരുമാനം എടുക്കാം അർജുനേട്ടാ. ഈ അവസ്ഥയിൽ പ്രീതിയെ കാട്ടിക്കൊടുത്താ നമുക്ക് സത്യാമ്മയും കൂടി നഷ്ടപ്പെടും. ഇനിയിപ്പോൾ മറ്റൊരു അപകടം കൂടി ഉണ്ട് ശാലിനി. നമ്മളാരും പറയാതെ തന്നെ പ്രീതിയുടെ ഈ അവസ്ഥ സത്യാമ്മ മനസ്സിലാക്കിയാൽ നമ്മൾ ഈ വിവരം സത്യാമ്മയുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചെന്ന് തോന്നിയാ? അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പൊ നമുക്ക് കഴിയൂ. ഇനിയിപ്പം സത്യാമ്മ കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിക്കട്ടെ. എന്നാലും സത്യാമ്മയുടെ ജീവൻ വെച്ചൊരു റിസ്ക് എടുക്കാൻ വയ്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.